ഭാര്യാദുഃഖം പുനർഭാര്യ, പുത്രദുഃഖം ദിനേ ദിനേ എന്നാണ്. ഭാര്യയായാലും ഭർത്താവായാലും ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാളെ സ്വീകരിക്കാൻ സമൂഹത്തിലോ ലോക ചിട്ടയുണ്ട്. പക്ഷെ പുത്രദുഃഖം ദിനേ ദിന, ഒരു കുട്ടി പോയാൽ ഓരോരോ ദിവസം തോറും അത് കൂടിക്കൊണ്ടിരിക്കും ദുഃഖം. ഒരിക്കലും പിന്നെ ആ അമ്മ മരിക്കുന്നവരെ ആ ദുഃഖം പോവില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്രയാണ് നമ്മൾക്കുള്ളൂ. ഇത് ഒരു കുട്ടി നമുക്ക് ജനിക്കുന്നു, ആ കുട്ടിക്ക് പല വിധത്തിലായിട്ട് പോകണം. എത്രയോ ആൾക്കാർ അങ്ങനെ അറിയാം. ഈ ദുഃഖത്തിനെ സ്വയം ആക്സെപ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വാക്കാണത്. നീ ദുഃഖത്തിനെ വരിച്ചു ജീവിച്ചു, അതായത് വിവാഹം കഴിക്കുക, നീ ദുഃഖത്തിനെ വരിക്കുക എന്ന് കുറേ കാലം കഴിയുമ്പോൾ ആ ദുഃഖം നിന്റെ ഒരു സുഖമായിട്ട് മാറും. അതായത് ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. അതാണ് സുഖമായി മാറുന്നത്. അതിൽ കുറേ കഴിയുമ്പോൾ ആ ദുഃഖമാണ് എനിക്കുള്ള സ്വത്ത്. എന്തൊക്കെ പറഞ്ഞാലും ലോകത്ത് ഒരുപാട് അമ്മമാരുണ്ട് ഇതേപോലെ, അല്ലെ? മക്കൾ നഷ്ടപ്പെട്ട അമ്മമാര്. ശരിക്കും അത് വലിയൊരു സംഭവം തന്നെയാണ്. അതിൽ നിന്ന് റിക്കവർ ആകുക എന്നുള്ളത് എനിക്കതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം നമ്മളൊരു ഫാദർ അല്ലെങ്കിൽ നമ്മളൊരു മദർ ആകുന്ന ഒരു സമയത്താണ് അതിൻ്റെ ഒരു നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് പറ്റൂല. ഇപ്പം നമ്മുടെ പ്രായമുള്ള ഏതിലൊരു മക്കള് എന്തെങ്കിലും സംഭവിച്ചതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയും. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് പോലെ പോകുന്നത് നമ്മുടെ മക്കളുടെ മുഖമായിരിക്കാം. ഞാനൊക്കെ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ട്, ഞാനിപ്പോൾ ഇപ്പോഴും നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഞങ്ങളുടെ മക്കളുടെ വിയോഗം ഞങ്ങളെ കാണിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വിയോഗം ഞങ്ങളുടെ പാരൻസിനെ കാണിക്കില്ല എന്ന്. അതൊരു പക്ഷെ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാനൊരു ഫാദർ ആയി പിന്നെയാണ്. കാരണം നമുക്കറിയാം അതിൻ്റെ വേദന. പക്ഷേ ഈ അമ്മ എപ്പോഴും ഇരുന്ന് പറയണത് കേൾക്കുമ്പോൾ അവരൊക്കെ സമ്മതിക്കണം തോന്നും. ഇപ്പം അത് റിക്കവർ ആയെങ്കിലും പക്ഷെ ആ ഒരു സമയത്തിൽ നിന്ന്, ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കടക്കാൻ അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാനത് ആലോചിക്കണം കേട്ടോ.